നമസ്കാരം. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരികെ വിളിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ഒരു വളരെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെ കുറേ നാളുകളായി CPM-ഉം പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ മന്ത്രിസഭാംഗങ്ങളും മുഖ്യമന്ത്രിയൊക്കെ തന്നെ നടത്തുന്ന ആ ഒരു ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമർശനത്തിൻ്റെയൊക്കെ തന്നെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം ഇത് തന്നെയായിരുന്നു: ഗവർണറെ പിൻവലിക്കുക അല്ലെങ്കിൽ ഗവർണറെ മാറ്റാൻ ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ മറ്റ് പല ഗവർണർമാരെ അപേക്ഷിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശക്തമായ ഇടപെടൽ തന്നെ ഗവർണർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം മുതൽ തന്നെ ഗവർണറും സംസ്ഥാന സർക്കാരുമായി ചില കാര്യങ്ങളിൽ സംഘർഷം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഗവർണറാകട്ടെ സർക്കാരിനെ അങ്ങനെ വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് പലപ്പോഴും പെരുമാറിയിരുന്നതും. ചില ബില്ലുകളൊക്കെ അദ്ദേഹം ഒപ്പിടാൻ വൈകിയെങ്കിൽ പോലും പിന്നീട് അത് ഒപ്പിട്ട് കൊടുത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഗവർണർ തൻ്റെ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പല ബില്ലുകളും ഒപ്പിടുന്നില്ല, ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇത് രാഷ്ട്രപതിക്ക് ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ഗവർണറോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടും എന്നുള്ളതാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാർ വെട്ടിലാകാൻ പോകുന്നത്. ഗവർണറെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ധൂർത്ത്, കെടുകാര്യസ്ഥത, ക്രമസമാധാന തകർച്ച തുടങ്ങിയ ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും അക്കമിട്ട് നിരത്തി കേന്ദ്ര സർക്കാരിന് മറുപടി അയക്കാൻ ഗവർണർക്ക് സാധിക്കും. അത് ഈ സംസ്ഥാന സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളി നീക്കും എന്നുള്ളതും ഉറപ്പാണ്. എന്താണ് ഇടതുമുന്നണിയുടെ ഇക്കാര്യത്തിലുള്ള ലക്ഷ്യം എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗവർണർ ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്നോ മറ്റോ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയച്ച് അങ്ങനെ പിരിച്ചുവിടപ്പെട്ട് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരാനാണോ ഇടതുമുന്നണിയുടെ നീക്കം എന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുമുണ്ട്. ഏതായാലും പുതിയൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സർക്കാരിനെ പിരിച്ചുവിടാനുള്ള സാധ്യത എന്ന് തന്നെ കാണുന്നില്ല. എങ്കിൽ പോലും തങ്ങൾക്കൊരു രക്തസാക്ഷി പരിവേഷം വേണം എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് കുറേ നാളുകളായി അവർ തുടർന്നു വരുന്ന ഒരു നയമാണ്. രക്തസാക്ഷികളാണല്ലോ ആ പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ബലം. സംസ്ഥാന ഗവർണർക്കെതിരെ നിരന്തരമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനാ നേതാക്കളൊക്കെ തന്നെ നടത്തുന്ന ഈ ഒരു ആക്രമണ പരമ്പര അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന, കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ പ്രഖ്യാപനം, എന്നിട്ട് അദ്ദേഹം അവിടെ താമസിച്ചത്, അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോയപ്പോഴുണ്ടായ സംഭവങ്ങൾ, ഗവർണറെ പല തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം തടയാൻ ശ്രമിച്ചത്, ഇതൊക്കെ തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്രമസമാധാന തകർച്ചയോട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്ര വരുന്ന വഴിയിൽ അതിനെ പ്രതിഷേധിക്കുന്നവരെല്ലാം തന്നെ അതിഭീകരമായി മറിച്ചൊതുക്കുന്ന രീതി, മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളിൽ ഉള്ളവർ ഇറങ്ങി, ഇവർ ആരാണ് എന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല, ഇറങ്ങി വലിയ വടികളുമായി പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്നത്, ഇതൊക്കെ തന്നെ സംസ്ഥാനത്തുണ്ടായ ക്രമസമാധാന തകർച്ചയുടെ ഏറ്റവും വലിയ അടയാളങ്ങളായി ഗവർണർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. മാത്രമല്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്തയക്കാം. അങ്ങനെ ഗവർണറെക്കുറിച്ച് വളരെ കുറച്ച് പരാതികൾ മാത്രമേ നിലവിൽ ഇടതുമുന്നണിക്കും ഈ സർക്കാരിനുമൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം ഗവർണർക്കാണെങ്കിൽ ഈ സർക്കാരിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള വകുപ്പുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സർക്കാർ തന്നെ അവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഒരു ബൂമറാങ്ങായി പതിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സംസ്ഥാന ഗവർണർ ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ട് രാഷ്ട്രപതി കത്തയക്കുമ്പോൾ രാഷ്ട്രപതി തിരികെ ഗവർണറോട് വിശദീകരണം തേടുന്ന അവസരത്തിൽ ഗവർണർ നൽകുന്ന മറുപടിയായിരിക്കും ശരിക്കു പറഞ്ഞാൽ ഈ സർക്കാരിനെ വലിയൊരു കോടാലിയായി മാറുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെയാണ്, അവിടെ UPA സർക്കാരൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര അനുകൂലമായ നിലപാടൊന്നും ഒരിക്കലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. ഗവർണറുടെ കാലാവധി നീട്ടിക്കൊടുക്കും എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം പാർട്ടി പത്രത്തിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത തന്നെ CPM-ന് തിരിച്ചടിയായിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർ എന്ത് മറുപടി നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു പക്ഷേ സംസ്ഥാനത്തെ പിണറായി സർക്കാരിൻ്റെ ഭാവി വരെ.